ആരാധന ആരാധന യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. അപ്പോൾ മോസസിന് എബ്രാഹത്തിനും അതുപോലെ തന്നെ നോഹിനും ദൈവം ഉടമ്പടി കൊടുത്തു. മോസസിൻ്റെ കാലം വന്നപ്പോൾ ദൈവം അത് എഴുതി കൊടുത്ത്. ഉടമ്പടിയുടെ കാലം ഒന്ന് വാചിക ഒന്ന് ഓറൽ ട്രഡീഷനായിരുന്നു ആദ്യം. നോഹിനും എബ്രാഹത്തിനും പറഞ്ഞാൽ കൊടുത്തു, വാക്കാൽ പറഞ്ഞതാ. കാര്യം അവിടെ അസൈൻമെൻറ്റ് ചെറുതായിരുന്നു. കാര്യം വാഗ്ദാന നാട്ടിൽ അതിലില്ല. ദൈവം ഒരു സ്ഥലം അവർക്ക് വേണ്ടി ചൂണ്ടിക്കാണിച്ചു, സത്യദൈവത്തെ ആരാധിക്കാൻ. എബ്രാഹത്തിന് കുഞ്ഞുങ്ങളില്ലായിരുന്നു, ദൈവം കുഞ്ഞിനെയും കൊടുത്തു. അത് അത്രയും മാത്രമേ അതിൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ ലക്ഷ്യങ്ങൾ അത്രയും ഗ്രാവിറ്റി ഉള്ളതല്ലായിരുന്നു. ഒരു സ്ഥലവും ഒരു കൊച്ചുമായിരുന്നു അതിൻ്റെ അകത്തുള്ളത്. പിന്നെ സന്തതി പരമ്പരകൾക്ക് ആ സ്ഥലം അവകാശപ്പെടുത്തുകയും. പക്ഷെ മോസസിൻ്റെ കാലം വന്നപ്പോൾ നേടിയെടുക്കാനുള്ള വിഷയം കുറച്ചുകൂടി ഗൗരവമായി. എന്നാ കാര്യം? എബ്രാഹവും മകനും എബ്രാഹിം മാത്രമല്ലേ ഉള്ളത്. 6 ലക്ഷം മനുഷ്യരായി. എബ്രാഹിം സന്തതി ജനങ്ങളെ പെരുകി 6 ലക്ഷമായി. 6 ലക്ഷമായിട്ട് ഇവർക്ക് കടക്കേണ്ടി വരുന്ന അസൈൻമെൻറ്റുകൾ, നേടേണ്ട ലക്ഷ്യങ്ങൾ മുമ്പത്തേക്കാളും മനുഷ്യന് സാധിക്കാൻ പറ്റാത്ത വിഷയമായി. എന്തൊക്കെയാണ് വരേണ്ടത്? അവർക്ക് ജെറിക്കോ കോട്ട തകർക്കണം. അത് ഇവരെക്കാൾ 10 മടങ്ങ് പ്രബലന്മാരാണ്. അപ്പോൾ ഇവരെ കൊണ്ട് സാധിക്കത്തില്ല. ജെറിക്കോയെ പ്രതിരോധിക്കാൻ സാധിക്കത്തില്ല. ഇനി ജെറിക്കോയെ പ്രതിരോധിച്ചവർ മുന്നോട്ട് പോയാൽ തന്നെയും യെബൂസ്യര്, ഫിലിസ്റ്റീൻസ്, കനാനീസ്, സാമരിറ്റൻസ്, അങ്ങനെ കുറേ കാട്ടുവർഗ്ഗങ്ങൾ അതുമായിട്ട് അടിക്കേണ്ടി വരും. ജോർദാൻ നീന്തേണ്ടി വരും. നീന്തണത് ഭയങ്കര ബലഹീനതയുള്ള പരിപാടിയാണ്. കാര്യം എന്താ? അവർക്ക് അപ്പുറത്ത് നിൽക്കുന്നവരൊക്കെ ഇവരെ വെള്ളത്തിനിട്ട് വെട്ടിക്കൊല്ലാൻ പറ്റും. അപ്പോൾ ഇതൊന്നും നടക്കാത്ത കാര്യമാണ്. അപ്പം നടക്കാത്ത കാര്യമായതുകൊണ്ട് ഇവരൊരു തീരുമാനമെടുക്കും. എന്താ? നമുക്ക് തിരിച്ച് ഈജിപ്തിലോട്ട് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ മോസസ് പറഞ്ഞത് ആത്മഹത്യാപരമാണ്. നമ്മൾ പാപത്തിന് അടിമത്തത്തിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിച്ചിട്ട് വീണ്ടും പോയി അടിമത്തത്തിന് വീണ്ടും ചെന്ന് പട്ടാങ്ങി പറഞ്ഞ് കഞ്ഞിക്കുടിക്ക് വേണ്ടി നമ്മുടെ ആത്മാഭിമാനം വിൽക്കണത് ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ്. പറ്റത്തില്ല എന്ന് മോസസ് പറഞ്ഞു. എന്നാൽ പിന്നെ ഞങ്ങളെങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതും വലിയ കൊലപാതകത്തിൽ ചെന്ന് അവസാനിക്കുകയാണ്. ഇനി അപ്പുറത്ത് എത്തിയാൽ തന്നെ അവിടെ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് ഉറപ്പില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭാവി ആശങ്കാജനകവുമാണ്, പ്രത്യാശയില്ലാത്തതുമാണ്. അതേസമയം തന്നെ ഭൂതം ആത്മഹത്യാപരമാണ്. ഇതിങ്ങനെ നടുക്ക് നിന്ന് മെഴുക് നട്ടം തിരിയണ ഒരു സമയത്താണ് ദൈവം പറയണത്, പോംവഴിയുണ്ട്, ഐ വിൽ കം വിത്ത് യു ഇൻ പേഴ്സൺ എന്ന് പറയും. ഞാൻ നിങ്ങളുടെ കൂടെ വരാം. അതാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ ഉടമ്പടിയുടെ ഏറ്റവും വലിയ വാഗ്ദാനം. നിങ്ങളെ വലിയ സാക്ഷ്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞത്. പക്ഷേ ഉടമ്പടിയുടെ ഏറ്റവും വലിയ സാക്ഷ്യം എന്താ? ദൈവത്തിൻ്റെ വ്യക്തിപരമായ സാന്നിധ്യമാണ്. അതറിഞ്ഞ് വേണം ഉടമ്പടിയിൽ. അതാണ് ഈ ഉടമ്പടിക്ക് കുറേ വിദ്യാഭ്യാസം വേണം. ശരിക്കും ഉടമ്പടിയുടേതായിട്ടുള്ള കുറേ വിദ്യാഭ്യാസങ്ങളുണ്ട്. അല്ലെങ്കിൽ നിങ്ങളവർക്ക് ഇത് ക്യാൻസർ മാറുന്ന പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞിരിക്കും. അതില്ല. ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് എയിമെന്ന് പറയണത്, വാഗ്ദാനമെന്ന് പറയണത്, ആത്യന്തിക വാഗ്ദാനം, അൾട്ടിമേറ്റ് പ്രോമിസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഞങ്ങൾക്ക് ഭയങ്കര സങ്കടങ്ങളുണ്ട് ഇവിടെ. എന്താ കാര്യത്തിൽ ഒരു ദിവസം 600 പേരൊക്കെയാണ് ഉടമ്പടി ചെയ്യണത്. അവിടെ കൂടെ വന്ന മാതാപിതാക്കന്മാരും കുഞ്ഞുങ്ങളെല്ലാം കൂടി വരുമ്പോൾ ഈ 15 കൗൺസിലേഴ്സും ഉണ്ട്. ഇവരെല്ലാം കൂട്ടം കൂട്ടിരിക്കുമ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഉടമ്പടിയിൽ ഇത്രയും ആൾക്കാരെ വന്ന അതിൻ്റെ വളരെ സീരിയസ് ആയിട്ട്
ശ്രദ്ധയോടുകൂടി ധ്യാനിച്ച് നമ്മളൊരു തീരുമാനം എടുക്കണം. നമ്മുടെ ഒരു തീരുമാനമാണേ, അല്ലാതെ എഴുതിയിട്ട് ഇങ്ങനെ ഉപകാരസ്മരണ അതുപോലെ തന്നെ അപേക്ഷക്ക് അതുപോലെ പെട്ടിയിടണമല്ല. ദൈവവുമായിട്ട് നമ്മളൊരു എഗ്രിമെൻറ്റിൽ എത്തുകയാണ്. ഇന്ന പാപങ്ങൾ നമ്മൾ വിശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനമെടുക്കുക. അപ്പോൾ ദൈവദർശനത്തെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുമ്പോഴേ ദൈവം നമ്മളെ ശക്തീകരിക്കുകയാണ്. പിന്നെ രാത്രിയും പകലും ഊണിനും ഉറക്കത്തിലും നമ്മൾ ആ ഉടമ്പടി ഓർമ്മയിലാണ് ജീവിക്കണത്, നമ്മൾ പ്രവർത്തിക്കണത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു ചേട്ടായി സാക്ഷ്യം പറഞ്ഞില്ലേ, എന്താ അദ്ദേഹം പത്രം വാങ്ങിച്ച് ഈശോനെ അറിയിക്കാൻ വേണ്ടി ജില്ല വിട്ടു പോയിട്ട് ഓരോ സ്ഥലങ്ങളിൽ അദ്ദേഹം ബൈപ്പേഴ്സിന് ഓരോ കുടുംബങ്ങളിൽ വിതരണം ചെയ്യുകയാണ്. വിതരണം ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടത് എന്താണ്? കർത്താവിനെ അറിയാത്തവരെല്ലാം കർത്താവിനെ അറിയാൻ ഇടയാക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിച്ച കർത്താവേ, ഏകരക്ഷകനായ അങ്ങയെ അറിയാത്ത മക്കള് അറിഞ്ഞ് ആത്മരക്ഷ പ്രാപിക്കുവാൻ ഞങ്ങളെ സുവിശേഷത്തിന്റെ ഉപകരണമാക്കണമേ. ശ്രുതിയുടെ ഹല്ലേലൂയ. അങ്ങയെ കൂടുതലായിട്ടറിഞ്ഞ് കർത്താവെ ആത്മരക്ഷ പ്രാപിക്കത്തക്ക തരത്തിൽ കർത്താവെ ഉടമ്പടിയിൽ ഉറച്ചു നിന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ആത്മരക്ഷ പ്രാപിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റുവാൻ അവിടുത്തെ കരുണ ചൊരിയണമേ കർത്താവെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകളടിച്ച് സന്തോഷത്തോടുകൂടി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ നിങ്ങളിൽ സാക്ഷികളാകും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ നിങ്ങളിൽ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളിൽ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളിൽ സാക്ഷികളാകും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ നിങ്ങളിൽ സാക്ഷികളാകും. ഉച്ചത്തിൽ പാടാം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ നിങ്ങളിൽ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളിൽ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളിൽ സാക്ഷികളാകും. പുറപ്പാട് 33:14 ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് പ്രോമിസാണ്, ആത്യന്തിക വാഗ്ദാനം. കർത്താവ് പറഞ്ഞു, കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഇതാണ് പ്രോമിസ്. അതാണ് ഇൻ്റർവ്യൂവിനൊക്കെ ചെല്ലുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് കിട്ടിയ മോള് പറഞ്ഞില്ലേ, INC-യുടെ അക്രഡിഷൻ വേണമെന്ന് ഹൈക്കോടതി വിധിച്ചില്ലേ. കഴിഞ്ഞ 3 കൊല്ലം മുമ്പായി ഈ വിഷയം ഉണ്ടായത്. ഒത്തിരി പേര് വന്ന് അകപ്പെട്ടു പോയൊരു കേസാണത്. 3 കൊല്ലം മുമ്പ് കർണാടകയിൽ പഠിച്ചിട്ടുള്ള എല്ലാവർക്കും, എല്ലാ യൂണിവേഴ്സിറ്റി നഴ്സിംഗ് കോളേജിനെല്ലാം INC-യുടെ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിൻ്റെ അക്രഡിഷൻ വേണമെന്ന് തീരുമാനമുണ്ടായി. അപ്പോൾ ഒത്തിരി പേര് പഠിത്തം നിർത്തി പോകുന്ന, അക്രഡിഷൻ ഇല്ലാഞ്ഞ കോളേജിൽ പഠിച്ചവരെല്ലാം പഠിത്തം നിർത്തി പോകുന്നതായിരുന്നു. അപ്പോൾ ചിലർ വന്ന് എന്നോട് ചോദിച്ചു, പ്രാർത്ഥനയ്ക്ക് വന്ന് വെച്ചും ചോദിച്ചു, വെച്ചാൽ ഞങ്ങൾ അക്രഡിഷൻ ഇല്ലാത്ത കോളേജിലാണ് പഠിക്കണത്, എന്ത് ചെയ്യണം, സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് പോരണോ തുടരണമെന്ന് ചോദിച്ചു. അതിനാണ് ഈ കൗൺസിലിംഗ് എന്ന് പറയണതേ. ഇപ്പോൾ കൗൺസിലിംഗ് വരുമ്പോൾ കർത്താവ് കറക്റ്റ് കാര്യം പറയും. ഇപ്പം ഞാൻ അന്ന് മെസ്സേജ് എടുത്ത് എല്ലാവരോടും പറഞ്ഞു, മക്കൾ പോരരുത്, ഇത് തീരുമാനിക്കേണ്ടത്
കർണാടക തന്നെയാണെന്ന് കർത്താവ് പറയുന്നുണ്ട്. എപ്പോഴായാലും വിധി നമുക്ക് അനുകൂലമാകും. പഠിത്തത് എവിടെയാണ് നീ പഠിക്കണത് അവിടെ പഠിച്ചു പോയിക്കൊള്ളാൻ പറഞ്ഞു. ഇതാണ് ദൈവത്തിൻ്റെ കൂടെ കൂടിയുള്ളൊരു ഗുണവതാണ്. അപ്പോൾ പഠിച്ച് കുറേ പൈസ കൊടുത്ത് പഠിച്ചിട്ട് അക്രഡിഷൻ ഇല്ല എന്നും പറഞ്ഞ് ആ കോളേജ് ഉപേക്ഷിച്ച് പോകുന്ന ആൾക്കാർക്ക് എന്തുമാത്രം കാശ് നഷ്ടപ്പെട്ടു. ഇയറും പോയില്ലേ. അവിടെ നിന്ന ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ രക്ഷപ്പെട്ടു പോകുന്നത്. അവിടെ നിന്നവർ തന്നെയാണ് ഇപ്പം ഹൈക്കോടതി തീരുമാനിച്ച് അതാത് കർണാടകയുടെ യൂണിവേഴ്സിറ്റി തന്നെ തീരുമാനിച്ചാൽ മതിയെന്ന്, ഗവൺമെൻറ് തീരുമാനിച്ചാൽ മതിയെന്ന്. സുപ്രീം കോടതി വിധിയാണ് കേട്ടോ അത്. നേരത്തെ തീരുമാനിച്ച ഹൈക്കോടതിയായിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതി വിധി ഉണ്ടായിരുന്നു. കർണാടക നഴ്സിംഗ് കോളേജിന് അനുകൂലമായ വിധി വന്നു. പക്ഷേ അതല്ല, കൗൺസിലിംഗ് ചെയ്തപ്പോൾ ഈശോ പറഞ്ഞു, നിൻ്റെ സർട്ടിഫിക്കറ്റ് 5 പൈസ കിട്ടാതെ കൊടുക്കാതെ നിനക്ക് തരും. ആര് തരും? അമ്മ തരും. കാര്യം എന്താ? എല്ലാ കോളേജും ഒക്കെ അമ്മയുടെ കീഴിലാണ്. ഉടമ്പടി ചെയ്യുമ്പോൾ ഓർക്കണം അതൊക്കെ. ഏത് കോളേജായാലും ശരി, ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ശരി, ഏത് രാജ്യമായാലും ശരി. അതുകൊണ്ട് രാത്രിക്ക് രാത്രി നിയമങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ടല്ലേ. രാത്രിക്ക് രാത്രി നിയമം ചേഞ്ച് ചെയ്യും. അതായത് അമ്മയെ ജനിപ്പിച്ചപ്പോൾ അൾട്ടിമേറ്റ് പവർ കൊടുത്താണ് അമ്മയെ ജനിപ്പിച്ചത്. ഏറ്റവും വലിയ കാഷ്വാലിറ്റി ഉണ്ടായാൽ അതിനെ വരെ കവർ ചെയ്തുകൊണ്ടുള്ള ശക്തി കൊടുത്തിരിക്കുകയാണ്. അമ്മയെ ജനിപ്പിച്ച അപ്പൻ എന്നാ പറഞ്ഞത്? നിനക്കും സ്ത്രീക്കും തമ്മിലും നിൻ്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അപ്പം പിശാചിന്റെ മേൽ അധികാരം പ്രാപിക്കാൻ വേണ്ടിയുള്ള ദൈവ സംവിധാനത്തിൻ്റെ പേരാണ് അമ്മ. കൈ അടിച്ച് കർത്താവ് മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ വേദിയിൽ അനേകർക്ക് സാക്ഷ്യമാകുവാൻ വേണ്ടി ഞങ്ങളുടെ ജീവസാക്ഷ്യം മൂലം ലക്ഷങ്ങൾ ദൈവത്തിലേക്ക് കടന്നു വരുന്നതിനും അവരുടെ ജീവിതങ്ങൾ ഞങ്ങളുടെ അനുഭവം വഴി അവർ പ്രത്യക്ഷ സാക്ഷികളെ ഉയർത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ആരംഭിക്കുകയാണ്. എൻ്റെ പേര് അലക്സ്. ഞാൻ സിഡ്നിയിൽ നിന്ന് വരുന്നു. വൈഫ് ബെനിമോൾ. ഞങ്ങൾ പ്രധാനമായിട്ടും ഇത് ഞങ്ങളുടെ 3ാമത്തെ സാക്ഷ്യമാണ്. 4 പ്രാവശ്യം പുതുക്കി. പ്രധാനമായിട്ടും 4 സാക്ഷിയാണ് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത്. ആദ്യമായിട്ട് വൈഫിനൊരു ട്രാൻസ്ഫറിന് വേണ്ടി ഞങ്ങളിപ്പം പുത്തൂരാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പുത്തൂരിൽ നിന്ന് മംഗലാപുരത്ത് ഷിഫ്റ്റ് ചെയ്തു. പക്ഷേ ഇളയ മോൻ്റെ കൊച്ച് മെഡിക്കൽ റീസൺസ് കൊണ്ട് ഞങ്ങളൊരു ട്രാൻസ്ഫർ വേണ്ടി ഏകദേശം ഒരു 14-15 പ്രാവശ്യം ഞങ്ങൾ ആപ്ലിക്കേഷൻ അയച്ചു. പക്ഷേ പല പ്രാവശ്യം ഒരു പോസിറ്റീവ് ഔട്ട്കം വന്നില്ല. ഞാൻ 2-3 പ്രാവശ്യം പോയി ഓഫീസ് സംസാരിച്ചു, ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, തൈലം വെച്ച് അവിടെ ഞാൻ എല്ലാം കുരിശ് വരച്ചു. 2 പ്രാവശ്യം ഞാൻ ധ്യാനത്തിൽ വെക്കുകയും അതുപോലെ ഉടമ്പടിയിൽ വെക്കുകയും ചെയ്തു. അതിനുശേഷം എനിക്ക് മനസ്സിലായി, കാരണം അതൊരു ദൈവത്തിന് വലിയൊരു പ്ലാനിങ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പിന്നെ അതിനെക്കുറിച്ച് വറീഡായില്ല. ഞാൻ ദൈവത്തിന് പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ട് എല്ലാ ദിവസവും അവർക്കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനും വൈഫും ഇവിടെ സുപ്പീരിയേഴ്സിനോട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഏകദേശം 1 കൊല്ലം ശേഷം ആ സുപ്പീരിയർ ട്രാൻസ്ഫറായിപ്പോയി. പുതിയൊരു സുപ്പീരിയർ വന്നിട്ട് ഞങ്ങളൊന്നും ചോദിച്ചില്ല. പുള്ളിക്കാർ ഇങ്ങോട്ട് വന്ന് നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് എന്താ പ്രശ്നം, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന പുള്ളിക്കാരനാണെങ്കിൽ വിത്തിൻ 1 മാസത്തിനുള്ളിൽ തന്നെയാണെങ്കിൽ അവർ ട്രാൻസ്ഫർ പുത്തൂരിൽ നിന്നുള്ള അസൈൻമെൻറ്റ് മംഗലാപുരത്തേക്ക് അവൾക്ക് മാറ്റിക്കിട്ടി. അതാണ് ഒരു 2 കൊല്ലം കൊണ്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടതാണ്. മാതാവ് ഞങ്ങൾക്ക് വിത്തിൻ ഒരു മാസം കൊണ്ട് മാതാവ് ഞങ്ങൾക്ക് ചെയ്തു തന്നത്. അതുപോലെ രണ്ടാമതായിട്ട് ഇവിടെ നേരത്തെ ഞങ്ങൾ ഡൽഹിയിലായിരുന്നു. ഞാൻ ഇതിന് മെയിനായിട്ടും ഉടമ്പടി ഉപ്പും തൈലവുമാണ് ഞാൻ ഓഫീസിൽ പോയപ്പോൾ അവിടെ യൂസ് ചെയ്തത്. പിന്നെ അതുപോലെ ഞങ്ങൾ എല്ലാ ദിവസവും തൈലം പറഞ്ഞിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഓഫീസേഴ്സ് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ ഇത് 4ാമത്തെ പുതുക്കലാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 26 ഡിസംബർ 2023 രണ്ടാമത്തെ ഞങ്ങൾ ഡൽഹിയിൽ നിന്നാണ് ഞങ്ങൾ ട്രാൻസ്ഫറായിട്ട് വന്നത്. അന്നേരം ഇപ്പം ഇവിടെ RML ജോലി ചെയ്ത് അവിടെ ഒരു MSCP എന്ന് പറയും, അതായത് ഇൻക്രിമെൻ്റ് ആണ്. 3 കൊല്ലമായിട്ട് ഇവളുടെ ഇൻക്രിമെൻ്റ് അവർ തടഞ്ഞു വെച്ചേക്കുമായിരുന്നു. ഞങ്ങളവിടെ പോയി ഫിസിക്കലി ഞാൻ പോയി സംസാരിച്ചു, ആപ്ലിക്കേഷൻ കൊടുത്തു, ഫോളോ അപ്പ് ചെയ്തു, ഈവൻ ലീഗലായിട്ട് ഞങ്ങൾ മൂവ് ചെയ്തു. പക്ഷേ അവിടെ നിന്ന് ഒന്നും കിട്ടിയില്ല. ഒരിക്കൽ പോലും നമുക്കൊരു പ്രോപ്പർ റെസ്പോൺസ് തന്നില്ല. പലപ്പോഴും ഞങ്ങളെ ഡിസൈഡായിട്ട് ഞങ്ങളെ അവിടെ നിന്ന് തിരിച്ചു വിട്ടിരുന്നത്. ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ട് പോലും ചെയ്തില്ല. ഇതുപോലെ ഞങ്ങൾ മാതാവിന് വിട്ടുകൊടുത്തു. ഞങ്ങളൊന്നും ചെയ്യാതെ ഇവിടുത്തെ ഓഫീസേഴ്സ്, ഇവിടുത്തെ ഇപ്പം ജോലി ചെയ്യുന്ന ഓഫീസേഴ്സ് തന്നെ അവർ സംസാരിച്ച് അത് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്ത് തന്നു. അവിടെ ഇൻക്രിമെൻറ്റും കാര്യങ്ങളും ഞങ്ങൾക്ക് കിട്ടി. മൂന്നാമതായിട്ട് ഒരു സംഭവമാണ്, അതായത് ഞാനിപ്പോൾ സിഡ്നിയിലാണ് വർക്ക് ചെയ്യുന്നത്.
അവിടെ ഒരു ക്ലയൻറ്റ് ഓഫീസിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അന്നേരം ഞങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ എല്ലാ വീക്കെൻഡിലാണ് ഞങ്ങൾ ചേഞ്ചസ് ചെയ്യാൻ പറ്റുന്നത്. അന്നേരം ഞാൻ ഒരു പ്ലാൻഡ് ആക്ടിവിറ്റി ഒരു 12 മണിക്ക് എനിക്ക് അവിടെ എത്തണമായിരുന്നു. ട്രെയിൻ ഡിലേ ആയതുകൊണ്ട് ഞാൻ ചെന്നപ്പോൾ 12:15 12 ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് കോൾ ജോയിൻ ചെയ്യണം പറഞ്ഞു. ഞാൻ പെട്ടെന്ന് വന്ന് ബാഗും മൊബൈലും ബാഡ്ജും വെച്ച് ഞാൻ പെട്ടെന്ന് ഫുഡ് കൊണ്ടുവന്ന് പെട്ടെന്ന് ഞാൻ ഓർത്ത് ജോലിയുടെ ഇടയ്ക്ക് ഫുഡ് കഴിക്കുക എന്ന് വെച്ചിട്ട് പെട്ടെന്ന് ഞാൻ ഫുഡ് ചൂടാക്കാൻ പോയി. അവിടെ ചെന്നപ്പോൾ ഓർത്ത് പെട്ടെന്ന് ഞാൻ വാഷ്റൂം പോയിട്ട് പെട്ടെന്ന് ഫ്രഷ് ആണെന്ന് ഓർത്ത് പെട്ടെന്ന് പോയി. തിരിച്ച് വന്ന് അങ്ങോട്ട് പോയപ്പോൾ നമുക്ക് ആക്സസ് കാർഡിൻ്റെ ആവശ്യമില്ല. പക്ഷേ തിരിച്ച് കയറാൻ വന്നത്തേക്കും ഡോർ ലോക്കായിപ്പോയി. എൻ്റെ മൊബൈലും ആക്സസ് കാർഡും എല്ലാം ഓഫീസിൻ്റെ അകത്ത്. ഞാൻ 15ാമത്തെ ബിൽഡിങ്ങിലാണ്. 24 ഫ്ലോർസ് ഉണ്ട്. എനിക്ക് ഓഫീസിൻ്റെ വെളിയിൽ പോകാൻ പറ്റത്തില്ല, അകത്ത് പോകാൻ പറ്റത്തില്ല. ടോട്ടലി ഞാൻ അവിടെ ട്രാപ്പായിപ്പോയി. ടോട്ടലി ഞാൻ എന്നാ പറയുക, നമുക്കൊരു പാനിക് പൊസിഷനായി. കാരണം ഫുഡിൻ്റെ പ്രശ്നമുണ്ട്. ഞാൻ ഒരു 2 ദിവസം കൊണ്ടായത് ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ എന്നെ കിട്ടത്തില്ല, ഇവിടെ പ്രശ്നമാകും. ഓഫീസ് എന്നെ വിളിച്ച് എന്നെ കിട്ടത്തില്ല. എൻ്റെ മൊബൈലും ലാപ്ടോപ്പും എല്ലാം അവിടെയാണ്. അതുപോലെ തന്നെ എന്നെ വിളിച്ചാൽ എന്നെ ബന്ധപ്പെടാൻ യാതൊരു റീസണും ഇല്ല. പിന്നെ എനിക്ക് കഴിക്കാതെ മാക്സിമം ബാത്റൂമിൽ വെള്ളം മാത്രം കുടിക്കാം, അല്ലാതെ എനിക്കൊന്നും കിട്ടാൻ 2 ദിവസത്തേക്ക് ഒരു വഴിയില്ല. ഞാൻ പിന്നെ മാക്സിമം ഡോർ ലോക്ക് ചെയ്യാൻ ശ്രമിച്ചു, പറ്റുന്നില്ല. അവസാനം ഞാൻ അവിടെ മുട്ടുകുത്തി വന്ന് 7 നമ്മുടെ വിശ്വാസ പ്രമാണവും നമ്മുടെ മാതാവിൻ്റെ പ്രാർത്ഥനയും ചൊല്ലി. അതിനുശേഷം ഞാൻ ശരിക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ളിൽ നിന്ന് പറയാം, മോനെ കാം ഡൗൺ. ഞാൻ പെട്ടെന്ന് അവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഭിത്തി ഒരു നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ഒട്ടിച്ച് വെച്ച നമ്പർ എഴുതിയൊക്കെ ഒട്ടിച്ച് വെച്ചേക്കുവാണ്. എന്ത് ഇഷ്യൂസ് ഉണ്ടോ വിളിക്കാൻ. പിന്നെ എൻ്റെ അടുത്ത് ഫോണൊന്നുമില്ല, വിളിക്കാനെങ്കിൽ മൊബൈൽ വിളിക്കാനോ ഒന്നുമില്ല. ഞാൻ നോക്കി മാതാവ് ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, മോനെ കാം ഡൗൺ, ഐ വിൽ ഫൈൻഡ് എ വേ. ഞാൻ പിന്നെ നോക്കിയപ്പോൾ അവിടെ ഒരു വീഡിയോ കോൺഫറൻസിൻ്റെ ഓഫീസ് അതും തുറന്ന് കിടപ്പുണ്ട്. ഞാൻ അവിടെ പോയി അതിനകത്ത് നേർച്ച് എൻ്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് ആരും നമ്പർ കാണാനില്ല. അവസാനം ഞാൻ പിന്നെ ചിന്തിച്ചു, ഞാൻ ഡോറ് ബ്രേക്ക് ചെയ്താലോ എന്ന്. ബ്രേക്ക് ചെയ്തെങ്കിൽ ഒന്ന് ലീഗലി പ്രശ്നമുണ്ടാവും, പിന്നെ എൻ്റെ കമ്പനിയിൽ നിന്ന് പ്രശ്നമുണ്ടാവും, എന്നെ അവിടുന്ന് പിരിച്ചു വിടും, കമ്പനി ലോസസ്, ആ പ്രശ്നങ്ങൾ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ആവും. പിന്നെ ഞാൻ അവസാനം സെർച്ച് ചെയ്തപ്പം സിംഗപ്പൂരിൽ എൻ്റെ മാനേജറിൻ്റെ നമ്പർ അതിനകത്ത് കിട്ടി. ഞാൻ ആ വീഡിയോ കോൺഫറൻസ് വഴി പുള്ളിക്കാരനെ വിളിച്ചു. പുള്ളിക്കാരനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. പുള്ളിക്കാരനെ അവിടുന്ന് ഹോങ്കോങ് വിളിച്ചു. ഹോങ്കോങ് പിന്നെ ബിൽഡിംഗ് ഓണറെ വിളിച്ച് അവസാനം ബിൽഡിംഗ് ഓണർ ആണെങ്കിൽ ഒരു ഗാർഡിനെ വിട്ട് എന്നെ അവിടുന്ന് റിലീസ് ചെയ്തു. ഞാൻ അന്ന് അവിടുന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ കാണത്തില്ലായിരുന്നു. അതാണ് ഒരു മിറക്കിൾ എനിക്ക് സംഭവിച്ചത്. കാരണം ഇത്ര ജീവിതത്തിൻ്റെ എല്ലാം തകർന്ന അവസ്ഥ. കാരണം ഒന്നെങ്കിൽ ഞാൻ തീരും, അല്ല എൻ്റെ ജോലി പോവും, ഞാൻ തിരിച്ചു വരും, കമ്പനി ലീഗൽ ഇഷ്യൂസ്, ഞാൻ എല്ലാത്തിനകത്തും കോംപ്ലിക്കേറ്റ് അതെല്ലാം വരേണ്ടതായിരുന്നു. മാധവനെ പൊന്നുപോലെ അവിടുന്ന് രക്ഷപ്പെടുത്തി. പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ വന്ന ഒരു PT എക്സാം ഞാൻ എഴുതുന്നുണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് വരുന്ന തൊട്ട് മുമ്പാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അവിടെ സിഡ്നി തന്നെയാണ്, വൈഫ് ഇവിടെയാണ്. അന്നേരം ഞാൻ പ്രധാനമായിട്ടും മാതാവിൻ്റെ ഉടമ്പടി പത്രങ്ങൾ ഞാൻ പ്രിൻ്റ് ചെയ്ത് ഒരു സെൽഫായിട്ട് ഞാൻ തന്നെ ഒരു സമ്മറി ഉണ്ടാക്കി അവിടുത്തെ ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്. മെയിനായിട്ട് ഞാനപ്പം നമ്മുടെ ശ്രീലങ്കക്കാർ, ഓസ്ട്രേലിയക്കാർ, പിന്നെ മലേഷ്യ, വിയറ്റ്നാം, ചൈനക്കാർ, കൊറിയൻസ്, ഇവിടെയുള്ള ആൾക്കാർക്കെല്ലാം പള്ളിയിൽ കൂടെ ഞാൻ കൊടുക്കാറുണ്ട്. ഞാനവിടെ ഇംഗ്ലീഷ് കുർബാന പള്ളിയിൽ പോയിട്ട് ഞാൻ അവിടെ കൊടുക്കാറുണ്ട്. എന്നാൽ പലരും കൃപാസന മാതാവിനെക്കുറിച്ച് പറയുകയും ഞാൻ മാതാവോട് എപ്പോഴും കൂട്ടുവാണ്, എല്ലാ കാര്യം പറയാറുണ്ട്. ഞാൻ മാതാവോട് പറഞ്ഞു, മാതാവ് എനിക്ക് നമ്മുടെ ജവമാൽ റാലിക്ക് പോയാൽ കൊള്ളാമെന്ന് എനിക്കൊരു അറേഞ്ച് തരാമെന്ന് ചോദിച്ചു. മാതാവ് തന്നെ എനിക്ക് അവിടെ താമസിക്കുന്നതിനേക്കാളും ലെസ് കോസ്റ്റിൽ ടു ആൻഡ് ഫ്രോയും എല്ലാ കാര്യങ്ങളും എനിക്ക് മാതാവ് എനിക്ക് അറേഞ്ച് ചെയ്തു. ഈ ജവമാൽ റാലിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്, അതും മാതാവ് അറേഞ്ച് ചെയ്തിട്ട്. അതുപോലെ ഞാൻ മാതാവോട് പറഞ്ഞു, മാതാവ് എനിക്ക് പഠിക്കാൻ വലിയ കഴിവൊന്നുമില്ല, ട്രെയിനിങ് PT നടത്തി ടീച്ചേഴ്സ് തന്നെ മനസ്സിലായി ഇവനൊന്നും പറ്റുന്നില്ല, കാരണം എനിക്കൊരു 8 മിനിറ്റ് കൂടെ ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം ഞാൻ ഒരു AWS എക്സാം എഴുതി. അതിനകത്ത് എനിക്ക് 62 മാർക്ക് കിട്ടിയുള്ളൂ, 65% കിട്ടിയുള്ളൂ, 75 വേണമായിരുന്നു. അന്നേരം മാതാവിനെ കാണിച്ചു തന്നു എൻ്റെ സ്കില്ലും ലെവലും എത്രയാണ്. അതിനുശേഷം ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു PT എക്സാം എഴുതി. ഞാൻ എല്ലാ ദിവസവും അച്ഛൻ്റെ ഉടമ്പടി ഏർലി ബ്രെഡിനകത്താണെങ്കിൽ എല്ലാ ദിവസവും ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചു. ഇന്ന് രാവിലെ ഞങ്ങൾ വന്ന് ഇവിടെ വന്ന് ഞാൻ റിസൾട്ട് ഓപ്പൺ ചെയ്തു. അതിനകത്ത് ലിസണിങ്ങിനും സ്പീക്കിങ്ങിനും 90 ഔട്ട് ഓഫ് 90. എനിക്കറിയത്തില്ല അത് എങ്ങനെ കിട്ടിയെന്ന്. മാതാവല്ലാതെ ആർക്കും തരാൻ പറ്റത്തില്ല. കാരണം ഞങ്ങളാണെങ്കിൽ ഇന്ന് രാവിലെയാണ് നോക്കിയത്. കാരണം ടീച്ചേഴ്സ് വിളിച്ചു, കാരണം എനിക്കെന്നെ വിശ്വസിക്കാൻ പറ്റും 90 ഔട്ട് ഓഫ് 90 ഒരു കാണാശം എനിക്ക് കിട്ടത്തില്ല. കാരണം ഞാൻ പരീക്ഷയ്ക്ക് മൊത്തം എനിക്ക് റെക്കോർഡ് സ്കോർ കിട്ടിയില്ല, പക്ഷേ എനിക്ക് പ്രശ്നമില്ല, കാരണം മാതാവ് എൻ്റെ കൂടെയുണ്ട്. മാതാവ് എനിക്ക് എത്ര നന്നായി ബാക്കി എല്ലാ കാര്യങ്ങളും എനിക്ക് പ്രോപ്പറായിട്ട് ചെയ്ത് എനിക്ക് അതുപോലെ വിശ്വാസമുണ്ട്. എൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ നിസ്സാരം എനിക്ക് റൂം തൊട്ട് അറേഞ്ച് തൊട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ മാതാവോട് പറയും.
കൃത്യസമയത്ത് എനിക്ക് മാതാവ് ചെയ്തു തരും. കാരണം നമ്മൾ എല്ലാ കാര്യം മാതാവിനെ ഏൽപ്പിച്ചാൽ മതി, അത് മാത്രമേ ഉള്ളൂ. കാരണം മാതാവിനെ നമ്മൾ പറയുന്ന പ്രാർത്ഥനയല്ല, നമ്മളെ കൊണ്ട് എന്തേറെ ചെയ്യാൻ പറ്റുന്നോ മാക്സിമം ചെയ്യുക. പിന്നെ തിരിച്ചൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മാതാവ് നമ്മൾ കൊടുക്കാനുള്ള മാതാവ് കൊടുക്കുക, പ്രാർത്ഥിക്കുക, മാതാവ് നോക്കി എല്ലാ കാര്യങ്ങളും ജീവിതം നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. ഇതാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. കാരുണ്യപ്രവൃത്തിയിലായിട്ട് ഞാൻ മെയിനായിട്ട് ഒരു മംഗലാപുരത്തിൽ ക്യാൻസർ പേഷ്യൻ്റ് ഞങ്ങൾ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്. അവിടെ ഞാൻ ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളവിടെ പോയി ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ ഓർഫനേജിൽ കൊച്ചിനെ പഠിപ്പിക്കാറുണ്ട്. പിന്നെ ഫിനാൻഷ്യലി ആര് അസുഖങ്ങളാണ് ഞങ്ങളുടെ അടുത്ത് അപ്രോച്ച് ചെയ്തെങ്കിൽ ഞങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ ഫാമിലിയിലായാലും എന്തെങ്കിലും രീതി ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നു. ആരെങ്കിലും നമ്മുടെ അവിടെ ഫുഡ് കൊടുക്കുന്ന ലിമിറ്റേഷൻ ഉണ്ട്, പക്ഷെ എന്നാലും ആരെങ്കിലും ഫുഡെന്ന് നമ്മുടെ ഫിഷാർത്ത് വരുന്നത് ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് വാങ്ങിച്ചു കൊടുക്കും. അല്ലാതെ ബാക്കി രീതിയിൽ ഫിനാൻഷ്യലി ആയാലും ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാൻ ഈ വർഷം മെയ് 21-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. ഇത് എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് ഉടമ്പടി എടുത്ത് എൻ്റെ 3 മാസത്തിൻ്റെ ഉള്ളിലാണ് എൻ്റെ ട്രാൻസ്ഫറും MACPയും എല്ലാം സാധിച്ചു കിട്ടിയത്. മാതാവിന് പ്രത്യേകമായി നന്ദി പറയുന്നു. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഫിലിപ്പി 4:19 ഈ ദൈവവചനമാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതകാലം മുഴുവൻ മാതാവിൻ്റെ ഉടമ്പടിയിൽ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓരോ നിമിഷവും കാത്തുപരിപാലിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ അൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി നിർത്താൻ എന്നെ അനുവദിച്ചതിന് അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഷൈജ. ഞാൻ ഫോർട്ട് കൊച്ചി മൂലംകുഴി എന്നാണ് വരുന്നത്. 2023 സെപ്റ്റംബറിലാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അതിക്ക് മുന്നേ തന്നെ ഞാൻ ഉടമ്പടി കൃപാസനം പത്രം വായിക്കുമായിരുന്നു. ആ പത്രം വീട്ടിൽ സൂക്ഷിക്കുമായിരുന്നു. അങ്ങനെ ഭൗമസംരക്ഷണത്തിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മ ഞങ്ങളെ 2 കാര്യങ്ങളിൽ രക്ഷപ്പെടുത്തി. മഴ വരുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ നിറയെ വെള്ളം, കാണാൻ നിറഞ്ഞ് വെള്ളം വരുമായിരുന്നു. വീടിന് മുറ്റം നിറയെ വെള്ളമായിരുന്നു. ഒരു മഴ കൂടി പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടിനകത്ത് വെള്ളം കയറും. ഞങ്ങൾ പേടിച്ച് ഞങ്ങളുടെ സ്വന്തക്കാരെല്ലാവരും വിളിക്കാൻ തുടങ്ങി. എല്ലാവരും പ്രാർത്ഥിച്ച്, ഞങ്ങളും പ്രാർത്ഥിച്ച്. ഇനിയൊരു മഴ പെയ്താൽ വീടിന് അകത്ത് വെള്ളം കയറും. ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി പേടിച്ചാണ് ഉറങ്ങാൻ കിടന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പിന്നീട് രാത്രി മഴ പെയ്തിട്ടില്ല. അങ്ങനെ 2 തവണ ഞങ്ങളുടെ വീടിനെ സംരക്ഷിച്ചു. പിന്നെ എൻ്റെ ചേച്ചി പറഞ്ഞു, സങ്കീർത്തനം 3 അധ്യായം വീതം 1 മാസം കൊണ്ട് ഇതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 3 അധ്യായം തിരഞ്ഞെടുത്തത് 123, 124, 125 സങ്കീർത്തനമായിരുന്നു. ഞാനത് വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം 124-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, നിങ്ങൾ ഇസ്രായേൽ പറയട്ടെ, കർത്താവ് നമ്മളെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ജലപ്രവാഹം നമ്മളെ ഒഴുക്കിക്കളയുമായിരുന്നു, മലവെള്ളം നമ്മളെ മൂടിക്കളയുമായിരുന്നു. എനിക്കത് വായിച്ചിട്ട് അമ്മയ്ക്ക് നന്ദി പറയുന്നു. പിന്നെ അതുകൂടാതെ ഒരു ദിവസം രാത്രി ഞങ്ങൾ 10:30 ആയപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് അകത്തിരിക്കുമ്പോൾ ഗേറ്റിൽ ഭയങ്കരമായിട്ട് മുട്ട് കേട്ട് നോക്കുമ്പോൾ അവർ പറഞ്ഞു, ഒരു വലിയ മലമ്പാമ്പ് നിങ്ങളുടെ വീടിൻ്റെ അതിർത്തിക്കുള്ളിൽ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ മലമ്പാമ്പ് കയറാൻ വേണ്ടിയുള്ള സ്ഥലമൊന്നും ഞങ്ങൾക്കില്ല. കാരണം ഒരു 3 സെൻറ്റ് സ്ഥലത്തിൽ വയ്ക്കുന്ന വീടാണ്. അതിൻ്റെ ചുറ്റും എത്രയോ സ്ഥലം ഉണ്ടാവുമെന്ന് നിങ്ങൾക്കറിയാൻ പറ്റുമോ? ലൈറ്റിട്ട് നോക്കുമ്പോൾ ഒരു തലയും കുറച്ച് ഭാഗം മാത്രം കണ്ടോളൂ. പേടിച്ചിട്ട് ബാക്കി നോക്കിയില്ല. വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പാമ്പ് പോകുന്നത് കണ്ടു. അപ്പോൾ പ്രാർത്ഥിച്ചു, എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഫോറസ്റ്റിൽ വിളിച്ചു. ഒരു 12:30 ആയപ്പോൾ
അവർ വന്നു ആ പാമ്പിനെ പിടിച്ചുകൊണ്ട് പോയി. അത് സാധാരണ ദിവസങ്ങളിൽ ഞാൻ രാവിലെ 4 മണിക്കൊക്കെ എഴുന്നേറ്റ് വീടിന് പുറത്തേക്കൊക്കെ പോകുന്നതാണ്. കാരണം ലൈറ്റൊന്നും ഇടില്ല, പുറത്തെ ലൈറ്റൊക്കെ ഒരുവിധം വെട്ടമുള്ളത് കൊണ്ട് പുറത്തേക്ക് ലൈറ്റ് ഇടാതെ പുറത്തിറങ്ങണ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ കണ്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്തായിരുന്നെന്ന് അറിയില്ല. അവർ വന്നപ്പോൾ ചോദിച്ചത് നിങ്ങളുടെ നായക്കുട്ടീനെ പാമ്പ് വിഴുങ്ങിയോ എന്നാണ്. കാരണം നായക്കുട്ടി അവിടെ ഉണ്ടായിരുന്നില്ല. നായ ഭാഗ്യത്തിന് അന്നെന്തോ വർക്ക് ഏരിയയിലായിരുന്നു. അപ്പോൾ ഓരോ കാര്യത്തിനും സംരക്ഷിക്കുന്ന അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. ഏറ്റവും വലിയ ഉടമ്പടി എടുത്ത ഏറ്റവും വലിയ ധനമാണ് അമ്മയുടെ കാശുരൂപവും തൈലവും ഉപ്പും തേനും. ഒത്തിരി സങ്കടവും സന്തോഷമൊക്കെ വരുമ്പോൾ ചേർത്ത് പിടിക്കാനായിട്ട് ഇത്രയും വലിയ സന്തോഷം തരുന്ന ഒരു ഇത് ഞാനിത് കയ്യിൽ നിന്ന് മാറ്റാറില്ല. 3 തവണ എനിക്ക് നഷ്ടപ്പെട്ടു. 3 തവണയും എൻ്റെ മനസ്സിൽ തോന്നിയ സ്ഥലത്തു നിന്ന് തന്നെ എനിക്കിത് കിട്ടിയായിരുന്നു. ഞാനപ്പോൾ ഇത് പോകാതിരിക്കാനായിട്ട് ഒരു വെള്ളിയുടെ കൊന്ത പണിതിട്ട് എൻ്റെ കയ്യിൽ എപ്പോഴും ചേർത്ത് പിടിക്കും. പിന്നെ എനിക്കുണ്ടായ 2 രോഗസൗഖ്യങ്ങളാണ്. എനിക്ക് 13 വയസ്സിൽ തുടങ്ങി മാസത്തിലൊരിക്കൽ വരുന്ന മൂട്ടല് വേദനയായിരുന്നു. അപ്പോൾ അത് മാസത്തിലൊരിക്കലായതുകൊണ്ട് പിന്നെ ശ്രദ്ധിക്കില്ല. 28 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ അത് ഭയങ്കരമായിട്ട് കൂടി. നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, കിടക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ ആയുർവേദം, ഹോമിയോ, ഇംഗ്ലീഷ് മരുന്നൊക്കെ ഞാൻ വാങ്ങിച്ച് കഴിച്ചായിരുന്നു. മാറിയില്ല. മരുന്ന് കഴിക്കുമ്പോൾ മാറും, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും. പിന്നെ മഴക്കാലമാകുമ്പോൾ കൂടും. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടായി. പിന്നീടാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് കിട്ടിയ ആ വിശുദ്ധ തൈലം ഞാൻ പുരട്ടുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായി മാറിക്കിട്ടി. ഇടയ്ക്ക് ഇങ്ങനെ ഒരു വേദന വരും, അത് ഉണ്ടായിരുന്നെന്ന് ഓർമ്മിപ്പിക്കാനായിരിക്കും ഞാൻ സാക്ഷ്യം പറയാനായിട്ടും വൈകി. വീണ്ടും കഴിഞ്ഞ 23 നടന്ന അഖണ്ഡ ജപമാലയ്ക്ക് പങ്കെടുത്തപ്പോൾ തുടർച്ചയായി കൊന്ത ചൊല്ലിയിട്ട് എനിക്ക് തൊണ്ടയ്ക്കൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല. എനിക്കൊരു അലർജി ചുമയുണ്ടായിരുന്നു. വീട്ടിൽ കുടുംബ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം അടുത്ത് വെച്ചിട്ടാണ് ഞാൻ കുടുംബ പ്രാർത്ഥന ചൊല്ലാറ്. അത്രയ്ക്ക് ചുമ വരുന്ന എനിക്ക് അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്തിട്ട് ഒരു ചുമ പോലും ഉണ്ടായില്ല. പിന്നീട് ഒരിക്കലും ആ അലർജി ചുമ എനിക്ക് വന്നിട്ടില്ല. ഈ കൊല്ലത്തെ അഖണ്ഡ ജപമാലയിലും പങ്കെടുക്കാനായിട്ട് അമ്മ എന്നെ അനുവദിച്ചു. ഞാൻ പ്രാർത്ഥിച്ചത് അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയും എനിക്ക് ഇനി തരാനിരിക്കുന്ന നന്മകൾക്കും നന്ദിയുമാണ് ഞാൻ അമ്മയോട് പറഞ്ഞത്. 2ാമത്തെ രോഗം പീരീഡ്സൊക്കെ നിന്ന് കഴിയുമ്പോഴൊരു തല പുകച്ചിലൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. തലയിങ്ങനെ പുകഞ്ഞു വരും. എവിടെയെങ്കിലും വെള്ളത്തിൽ പോയി ചാടാൻ തോന്നും, അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ പറഞ്ഞു അത് ഇനി മാറാനൊന്നും പോകുന്നില്ല, അത് മരണം വരെ അത് അങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ എല്ലാ ദിവസവും ഞാൻ കുളി കഴിഞ്ഞ് കഴിയുമ്പോൾ വിശുദ്ധ തൈലം നെറുകയിൽ പുരട്ടിയിട്ട് പ്രാർത്ഥിക്കും. ഉച്ച മുതൽ ഉള്ളൻകാൽ വരെയുള്ള രോഗങ്ങളെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. എനിക്കിപ്പോൾ യാതൊരു കുഴപ്പമില്ല. എല്ലാ നന്മകൾക്കും അമ്മയ്ക്ക് ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ചെയ്യാറുള്ളത് ഞങ്ങൾ ചെറുതായിരുന്നപ്പോൾ മുതൽ ഞങ്ങൾ പാവപ്പെട്ടവരായിരുന്നു. എന്നാലും അമ്മ ഉള്ളതിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. ഭക്ഷണമായാലും എനിക്ക് കിട്ടുന്ന ഞാനൊരു റിട്ടയേർഡ് ടീച്ചറാണ്. അപ്പോൾ എനിക്ക് ശമ്പളം കിട്ടുമ്പോൾ ഞാൻ ദശാംശം കൃത്യമായിട്ട് മാറ്റി വയ്ക്കും. അത് കഴിഞ്ഞിപ്പോൾ റിട്ടയർ ചെയ്തു. അപ്പോൾ റിട്ടയർ ചെയ്തപ്പോൾ എനിക്ക് അതുപോലെ കൊടുക്കാനൊന്നുമില്ലെങ്കിലും എൻ്റെ കയ്യിൽ കാശായി കിട്ടുന്നതിൻ്റെ എല്ലാ ദശാംശവും ഞാൻ മാറ്റി വയ്ക്കും. അപ്പോൾ ഞാനത് മറന്നു പോകാതിരിക്കാൻ ഈശോയ്ക്ക് കൊടുക്കാനുള്ളത് പ്ലസ് ഇട്ട് എമൗണ്ട് എഴുതും. ഈ കൊടുക്കുന്നതനുസരിച്ച് മൈനസ് ഇട്ട് വെക്കും. അപ്പോൾ ഒരു തവണ ഞാൻ വെളുപ്പിന് ബൈബിള് വായിക്കുമ്പോൾ ഞാൻ അറിയാതെ 910 പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ച സാക്ഷ്യം കേൾക്കുമ്പോൾ എപ്പോഴും പറയാറുണ്ടല്ലോ ഇത്ര വലിയ നമ്പർ അനുസരിച്ച് എന്താണാവോ എനിക്ക് നടക്കാൻ പോകുന്നതെന്ന് ചിന്തിച്ച് പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്ന മകളുടെ കിട്ടുന്ന പൈസയുടെ ദശാംശം എൻ്റെ ഫോണിലേക്ക് ഗൂഗിൾ പേ ആണ് അവൾ ചെയ്യാറ്. അപ്പോൾ ആ 910 രൂപ ഞാൻ ആഡ് ചെയ്യാൻ മറന്നുപോയിരുന്നു. എനിക്ക് ശരിക്കും ചിരി വന്നു. മാതാവ് എൻ്റെ കാര്യത്തിൽ ഈ ചെറിയ കാര്യത്തിൽ പോലും ഇടപെടണുണ്ടല്ലോ എന്ന് ഓർത്ത് അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത വേല ചെയ്യുന്നത് എല്ലാ മാസവും ഞാൻ പേപ്പർ വാങ്ങിക്കും. ഉപ്പും തേനും വാങ്ങിച്ച് രോഗികൾക്ക് കൊടുക്കും.
ഇത്രയൊക്കെ ചെയ്ത് നമ്മയ്ക്ക് ഈശോയ്ക്കും ആയിരം ആയിരം നന്ദി പറയും.